വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വെയിറ്റ് ലോസ് ആണ്. നിങ്ങളുടെ മോർണിംഗ് റൊട്ടീൻ അതിൽ മാത്രം ചേഞ്ചസ് വരുത്തിക്കൊണ്ട് എങ്ങനെ വെയിറ്റ് കുറയ്ക്കാമെന്നാണ്. ഒരു കുട്ടി വീഡിയോ ആയിരിക്കും ഇത്, ഒത്തിരി ലോങ് വീഡിയോ ആയിരിക്കത്തില്ല. അപ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ മോർണിംഗ് റൊട്ടീൻ മാത്രം ചേഞ്ച് വരുത്തിക്കൊണ്ട് എങ്ങനെ വെയിറ്റ് ലോസ് ചെയ്യാനാണ്. പക്ഷേ പതിയെ മാത്രമേ വെയിറ്റ് കുറയത്തുള്ളൂ. കാരണം വളരെ വേഗത്തിൽ തന്നെ റിസൾട്ട് കിട്ടത്തില്ല, വളരെ വേഗത്തിൽ തടി കുറയത്തില്ല. അത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നോട്ട് ദ പോയിന്റ്. മോർണിംഗ് റുട്ടീൻ മാത്രം ചെറിയൊരു ചേഞ്ച് മാത്രമാണ് നമ്മൾ വരുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പതിയെ മാത്രമേ വെയിറ്റ് ലോസ് ചെയ്യത്തുള്ളൂ. നമ്മുടെ മോർണിംഗ് റുട്ടീനിൽ ചെറിയൊരു ചേഞ്ച് വരുത്തുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ പിന്നെ പതിയെ ഉള്ള റിസൾട്ട് അത് 100% ഷുവറാണ്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടും. കാരണം പതിയെ വളരെ വലിയ ചേഞ്ച് തന്നെ കാണാൻ കഴിയും. വെയിറ്റ് ലോസ് നന്നായിട്ട് വെയിറ്റ് കുറയാൻ വേണ്ടി ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും നിങ്ങൾ ഈ ടിപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഒരുവിധം എല്ലാവരും ഫോളോ ചെയ്യുന്ന കാര്യമായിരിക്കും. നമ്മൾ എഴുന്നേറ്റ ഉടനെ ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു ഗ്ലാസ് തണുത്ത വെള്ളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച വെള്ളമല്ല പറഞ്ഞത്, ചൂടുവെള്ളം തണുത്തതോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട്, അതായത് പ്ലെയിൻ വാട്ടർ നിങ്ങൾ കുടിക്കുക. ഒരു വെറും വയറ്റിലാണ് ഫസ്റ്റ് നിങ്ങൾ ചെയ്യേണ്ടത്. വെള്ളം കുടിക്കുക, ഒരു ഗ്ലാസ് നോർമലായിട്ടുള്ള വാട്ടർ കുടിക്കുക. അത് നിങ്ങൾക്ക് ജീരക വെള്ളം കുടിക്കാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെറ്റർ. നിങ്ങൾ കുടിക്കുന്ന വെള്ളം ജീരക വെള്ളം ആണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ലോസ് ചെയ്യാൻ ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ജീരകം എന്ന് പറയുന്നത്. അപ്പോൾ പല ഡ്രിങ്ക്സ്, അതായത് വെയിറ്റ് ലോസ് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നവർക്കും അറിയാമായിരിക്കും, ജീരകം കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ വെയിറ്റ് ലോസ് അതിന് ഭയങ്കരമായിട്ട് പെട്ടെന്ന് തന്നെ റിസൾട്ട് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും. അതുകൊണ്ട് തന്നെ ജീരക വെള്ളം വെറും വയറ്റിൽ ഫസ്റ്റ് നിങ്ങൾ എഴുന്നേറ്റ ഉടനെ ജീരക വെള്ളം ഒരു ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് വെയിറ്റ് കുറയാൻ ഹെൽപ്പ് ചെയ്യും. ഇനി രണ്ടാമത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ചായ കുടിക്കുന്ന ശീലമുണ്ടെങ്കിൽ, അതും പാല് ചേർത്തിട്ടുള്ള ചായ കുടിക്കുന്ന ശീലം നിങ്ങൾക്ക്, അതായത് ആ ഒരു പതിവ് തെറ്റിക്കാൻ പറ്റാത്ത ഒരുപാട് പേര് കാണും. ചായ അഡിക്റ്റ് ആയിട്ടുള്ള പലരും കാണും. അപ്പോൾ അത് ഒഴിവാക്കാൻ കഴിയുവാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. അത് വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും ചായ അവോയ്ഡ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ മെയിനായിട്ടുള്ള കാര്യം. ഇനി മൂന്നാമത് നിങ്ങൾ മോർണിംഗ് റുട്ടീനിൽ ചേഞ്ച് വരുത്തേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അതായത് ഏത്തപ്പഴം ഡെയിലി കഴിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, ഏത്തപ്പഴം കഴിക്കാൻ വല്ലപ്പോഴും നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്. പക്ഷേ വെയിറ്റ് കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർ ആണെന്നുണ്ടെങ്കിൽ ഇത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഏത്തപ്പഴം ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യും. അതായത് നെയ്യ് യൂസ് ചെയ്തിട്ട് ഏത്തപ്പഴം ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുന്നത്, അല്ലെങ്കിൽ ഏത്തപ്പഴം വേവിച്ച് കഴിക്കുന്നത്, ഇതൊക്കെ വെയിറ്റ് ഗെയിൻ ചെയ്യാൻ ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഏത്തപ്പഴം രാവിലെ കഴിക്കുന്ന, ഡെയിലി ഓരോ ഏത്തപ്പഴം കഴിക്കുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ ഒത്തിരി വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കാരണം ഇതൊക്കെ അതായത് പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് വെറുതെ പറയുന്നതല്ല, നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ഫോളോ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. അതുകൊണ്ട് തന്നെ ഡെയിലി രാവിലെ ഏത്തപ്പഴം കഴിക്കുന്ന ശീലം ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവോയ്ഡ് ചെയ്യുക. ഇനി അടുത്തതെന്ന് പറയുന്നത്, നിങ്ങൾ ഇപ്പോൾ അരി ആഹാരമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഇഡ്ഡലിയോ ദോശയോ പുട്ടോ ഒക്കെ ആണെങ്കിൽ എമൗണ്ട് കുറയ്ക്കുക. അതായത് 3-4 ദോശ കഴിക്കുന്നവർ 2 എണ്ണം കഴിക്കുക. ഇഡ്ഡലി അതുപോലെ 3-4 ഒക്കെ കഴിക്കുന്നവർ പതിയെ നിങ്ങൾക്ക് ഒറ്റയടിക്ക് 2 എണ്ണം ആക്കി കുറയ്ക്കാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ പതിയെ അത് 3 എണ്ണത്തിലോട്ടാക്കുക. എന്നിട്ട് വളരെ പതിയെ സമയം എടുത്ത് 2 എണ്ണമാക്കി കുറയ്ക്കുക. അപ്പോൾ ഇത് ഇത്രയുമാണ്. പിന്നെ ഇതിൽ നിങ്ങൾക്ക് വെള്ളം കുടിക്കുന്നതിൽ കൂടെ നിങ്ങൾക്ക് ചിയ സീഡോ ഫ്ലാക്സ് സീഡോ ആഡ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത് നന്നായിരിക്കും. തേൻ ഉണ്ടെങ്കിൽ തേൻ കഴിക്കുന്നത് നന്നായിരിക്കും. അപ്പോൾ ഇത് ഇത്രയുമാണ് മെയിനായിട്ട് മോർണിംഗ് റുട്ടീനിൽ ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് കുറയ്ക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ടിപ്സ് എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്ത് നോക്കുക. 100% റിസൾട്ടാണ്, ഞാൻ ഗ്യാരണ്ടി പറയാം. കാരണം പരീക്ഷിച്ച് റിസൾട്ട് കിട്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞു തന്ന ഇത്രയും കാര്യങ്ങൾ. അപ്പോൾ മോർണിംഗ് റുട്ടീനിൽ ഇത്രയും ചേഞ്ചസ് വരുത്തിക്കൊണ്ട് നിങ്ങൾക്ക് വളരെ പതിയെ വെയിറ്റ് ലോസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഒത്തിരി തടി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും. ഈ ഒരു മോർണിംഗ് റുട്ടീനിൽ ഇത്രയും കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഫോളോ ചെയ്ത് പോകുക. അതിനുശേഷം നമുക്ക് പതിയെ ഓരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചേഞ്ചസ് വരുത്താം. ഓക്കെ, ഇതിൽ കൂടെ എക്സസൈസ് ചെയ്യാൻ പറ്റുവാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ്. ഇനി അത് പറ്റത്തില്ല എന്നുള്ളവർക്കാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഒഴിവാക്കാൻ പറ്റുന്ന ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നത്. ഇത് ഇത്രയും തീർച്ചയായിട്ടും നിങ്ങൾ
ഫോളോ ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവരൊക്കെ ചാനൽ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ടാറ്റാ.